ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നോമ്പ് പിടിക്കാൻ റെഡിയായി കഴിഞ്ഞ് കാണും അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നോമ്പിനുള്ള പ്രിപ്പറേഷൻ ഒരു വീഡിയോ ചെയ്ത് കാണിക്കണമെന്ന് ഓർത്തു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കുറച്ച് താമസിച്ചു പോയി. പ്രതീക്ഷിക്കാത്ത പലതും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാം നോമ്പിന് മുമ്പ് ഒരുക്കാൻ പറ്റി. ഇന്നത്തേക്കെല്ലാം ഒരുക്കി. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തു. എന്തായാലും നമ്മൾ എല്ലാം സെറ്റ് ചെയ്താണല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണാമല്ലോ എന്നോർത്തു. അപ്പോൾ എല്ലാവരും ഇപ്പം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള എല്ലാം മേടിച്ചു. ഈന്തപ്പഴം, അത്തിപ്പഴം, അതുപോലെ കാരക്ക, ഇതൊക്കെ മേടിച്ചപ്പോൾ നമ്മൾ അതൊക്കെ ഓരോ പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെച്ച്. ഇറച്ചി നമ്മൾ കുറേശ്ശെയാണല്ലോ നമ്മൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കഴുകി വെള്ളം പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഓരോ ഐസ്ക്രീം ടിന്നിലാക്കി നമ്മൾ റെഡിയാക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ ഓരോന്ന് ഫ്രിഡ്ജിലേക്കാക്കി മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നോമ്പിലേക്ക് വേണ്ടത് മസാലക്കൂട്ടുകൾ, പൊടികൾ, ഇതൊക്കെയാണല്ലോ. അപ്പോൾ അത് നോമ്പിന് മുന്നേ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്നു. നോമ്പിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് മിക്കവാറും ഇറച്ചിയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ വേണ്ടത് ഉള്ളിയാണല്ലോ, ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി നന്നാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള, നമുക്ക് അധികം നന്നാക്കണ്ട. ഞങ്ങൾ ചെയ്യണത് ചെറിയ ഉള്ളിയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും മാത്രം നമ്മൾ കത്തിക്ക് കണ്ടിച്ച് കളഞ്ഞും ബാക്കിയുള്ളതെല്ലാം വെളിച്ചെണ്ണ തേച്ച് നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കും. വെളുത്തുള്ളി ആയാലും ചുവന്നുള്ളി ആയാലും നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട്, ഈ ഉള്ളിയും ഒക്കെ നല്ല ചൂട് ഈ വെളിച്ചെണ്ണയിൽ വെച്ച് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് തിരുമ്മി ജസ്റ്റ് ഒന്ന് തിരുമ്മി കഴിഞ്ഞാൽ മതി. നമുക്ക് ആ തൊലിയൊക്കെ പെട്ടെന്നും പോയി കിട്ടും. അപ്പം ഞങ്ങളെല്ലാ തവണയും അങ്ങനെയാണ് കേട്ടോ ചെയ്ത് വയ്ക്കാറ്. അപ്പോൾ ഇത്തവണയും ഞങ്ങൾ അങ്ങനെ തയ്യാറാക്കി വെച്ചു. വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് അതൊക്കെ ഒരുക്കിയത്. ഉള്ളിയുടെ പണിയൊക്കെ ഇന്നാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരുക്കിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി വെച്ച് നന്നാക്കി ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി പണി കുറവല്ലേ. നമുക്കപ്പോൾ സവാള മാത്രമുള്ള പിന്നെ നമുക്ക് നന്നാക്കാനുണ്ടാവുള്ളൂ. നമ്മൾ കൂടുതൽ ഇറച്ചിക്കൊക്കെ കൂടുതലും നമ്മൾ ഉള്ളിയാണല്ലോ ഉപയോഗിക്കാറ്. അപ്പോൾ അതേ ഉള്ളി ഇങ്ങനെ നമ്മളിപ്പോൾ നന്നായിട്ട് വെയിലത്ത് കുറേ നേരം വെച്ച് വെയിലാറി തുടങ്ങിയ സമയത്ത് അടുത്തത് ഇങ്ങനെ ഉരിഞ്ഞ് കളയുമ്പോൾ തന്നെ നമ്മുടെ ആ തൊലിയൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് അതങ്ങനെ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചും പാത്രത്തിൽ കുറച്ച് അടിയിൽ കുറച്ച് പേപ്പർ വയ്ക്കുക. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറെ കഴുകുകയോ ഒന്നുമില്ല. ഈ തൊലി ഉള്ളിയുടെ തൊലി തെറ്റി ഉരുമ്മി കളഞ്ഞേച്ചും അതങ്ങനെ തന്നെ നമ്മൾ പാത്രത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രമാണ് കഴുകുള്ളൂ, അതല്ലാതെ നമ്മൾ കഴുകാറില്ല. അപ്പോൾ ചുവന്നുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് പെട്ടെന്നും കറി വെക്കണമെങ്കിൽ നമുക്ക് ഈ ഉള്ളി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആയില്ല. ഉള്ളിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ആയി. സവാള നമുക്ക് അധികം വേണ്ടി വരില്ല. നമ്മൾ ഇറച്ചിയൊന്നും അധികം ഉപയോഗിക്കുമല്ലോ, കുറച്ചല്ലേ നമ്മൾ ഒരു നേരത്തേക്കൊക്കെ ഉപയോഗിക്കുള്ളൂ. വേണ്ട, നമ്മുടെ ഉള്ളിയൊക്കെ അപ്പോൾ പെട്ടെന്നും ആയി. ഇത്രയും ഉള്ളി നമുക്ക് അധികം ബുദ്ധിമുട്ടാതെ നമുക്ക് പെട്ടെന്നും കിട്ടി. നമുക്ക് 2 ടിന്നോളം ഉള്ളി അങ്ങനെ നമ്മൾ നന്നാക്കി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ വെളുത്തുള്ളി വൈകിയാണ് വെയിലത്ത് വെച്ചത്. അത് കാരണം കുറച്ച് ആയുള്ളൂ. അത് നാളെയും കൂടി വയ്ക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ആവും. കുറച്ച് നമുക്ക് ഉരിഞ്ഞ് കിട്ടി. നല്ല വെയിൽ പോയായിരുന്നു. അത് തന്നെ കുറച്ചേ പോയുള്ളൂ. വെളുത്തുള്ളി ചുവന്നുള്ളിനേക്കാളും കുറച്ചുകൂടി ഹാർഡാണല്ലോ. അപ്പോൾ അത് നാളെയും കൂടി വയ്ക്കുമ്പോൾ ശരിയായി കിട്ടും. പിന്നെ നമ്മൾ സ്ഥിരം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ സ്ഥിരം നമ്മൾ കഴുകിയാണ് ഉപയോഗിക്കാറ്. വീട്ടിൽ പൊടിച്ചതാണ് ഉപയോഗിക്കാറ്. പിന്നെ നോമ്പായപ്പോഴത്തേക്കും നോമ്പിൽ 1 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം പൊടിച്ച് നമ്മൾ സെറ്റാക്കി വച്ചു.
പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് തേങ്ങ വറുത്ത് വയ്ക്കും. തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ ചാറാണല്ലോ നമ്മൾ കൂടുതലും എടുക്കാറ്. ആദ്യത്തെ 1 2 ദിവസം നമ്മൾ വറുത്തരച്ച് കൂട്ടാറില്ല. അല്ലാതെ തന്നെ അല്ലാതെ ഇറച്ചിക്കറിയായിട്ടാണ് കൂട്ടാറ്. പിന്നെ പിന്നെ നമുക്ക് മടുത്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച് ചാറായിട്ട് എടുക്കലുള്ളൂ. പിന്നെ കറിയൊന്നും കൂട്ടലുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ കുറച്ച് 2 മുറി തേങ്ങയോടത്തോളം നമ്മൾ 2 തേങ്ങ എടുത്ത് അത് നമ്മൾ വറുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമ്മൾ മസാലക്കൂട്ടൊന്നും ഇടില്ല. വെറുതെ അങ്ങ് വറുത്ത് വയ്ക്കുകയുള്ളൂ. നമുക്കപ്പോൾ വേറെ വല്ലതിനും ഉപയോഗിക്കണമെങ്കിൽ അതിനും എടുക്കാമല്ലോ. മസാല ചേർത്ത് നമ്മൾ ആ കറിയുടെ പാകത്തിന് നമ്മൾ മസാല ചേർക്കുകയുള്ളൂ.